എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും മിനിമം ഒരു 100 പട്ടാളക്കാരെങ്കിലും കൊല്ലപ്പെടുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ നിന്ന് തെഹ്രീക്ക് താലിബാൻ ഇൻ പാകിസ്ഥാൻ, അതായത് താലിബാൻ്റെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മൊഡ്യൂളാണ് TTP, പിന്നെ അപ്പുറത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി, പിന്നെ ഇന്ത്യയുടെ അജ്ഞാതന്മാർ, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന പല എക്സ്ട്രീമിസ്റ്റ് സംഘടനകൾ, അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുണ്ടല്ലോ. ഓരോ ദിവസവും പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയും ഈ TTP എന്ന് പറയുന്ന ആൾക്കാരും അവരുടെ ആൾക്കാരും ഒരുമിച്ച് ചേർന്ന ഒരു അറ്റാക്കിൽ ഏകദേശം 75ഓളം പാക് പട്ടാളക്കാരെ അവർ പിടികൂടിയിരുന്നു. പിന്നീട് അതിനുശേഷം അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിൽ ഏകദേശം 50ഓളം പാകിസ്ഥാൻ പട്ടാളക്കാരെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത നിലയിൽ കാണപ്പെട്ടിരുന്നു. ശരിക്കും അവരുടെ മറ്റേ ഈ പെഷവാർ ബോർഡറിലാണ് തള്ളിവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പാകിസ്ഥാൻ ആഭ്യന്തരമായി ഇത് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കലാപം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി അസിം മുനീറും അവിടുത്തെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളുണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടല്ലോ, ശരിക്കും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഭരണകൂടത്തെ, അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഷെഹബാസ് ഷെരീഫ് നയിക്കുന്ന ആ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അസിം മുനീർ വലിയ രീതിയിലുള്ള കുറുക്കു വഴികൾ സ്വീകരിക്കുന്നു. അതായത് പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലി കൊടുക്കുന്നു എന്ന രീതിയിൽ. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കുറച്ച് ദിവസം മുന്നേ ഈ ബലൂചിസ്ഥാനിലേക്ക് പോകുന്ന ഒരു വലിയ ടീമിന് ഏകദേശം 60-ഓളം വരുന്ന ഒരു പാകിസ്ഥാൻ വലിയ ട്രക്ക്, 60ഓളം ആർമി സോൾജേഴ്സ് ഉണ്ടായിരുന്നു അതിൽ. അത് TTPയുടെ ആൾക്കാരും ബലൂച്ച് ലിബറേഷൻ ആർമീൻ്റെ ആൾക്കാരൊക്കെ ഈ ബോംബ് വെച്ച് തറക്കുന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ അസിം മുനീർ തന്നെയാണ് ഇവിടത്തേക്ക്, അതായത് ഇത്തരത്തിൽ ഈ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഈ TTPയുടെയും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെയും അറ്റാക്കുകൾ ഉണ്ടാകും എന്നുള്ള വിവരം അവർക്ക് കിട്ടിയിരുന്നു. എന്നിട്ടും അങ്ങോട്ട് എന്തിനെ അയച്ചു? അത് ഇവരുടെ ആവശ്യം എന്താണെന്നോ, ഈ അസിം മുനീറിൻ്റെ ആവശ്യം എങ്ങനെയെങ്കിലും പാക് പ്രധാനമന്ത്രിയാകുക, അതായത് പട്ടാള അട്ടിമറിയുടെ അല്ലെങ്കിലും വലിയ രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ആഭ്യന്തരമായ, അത് ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡൊമസ്റ്റിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭരണത്തിൽ വരിക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അസിം മുനീർ ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലി കൊടുക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആരോപണം അസിം മുനീറിനെതിരെ ഉണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ, ഈ തെഹ്രീക്ക് താലിബാനും ഈ BLAയും ബലൂച്ച് ലിബറേഷൻ ആർമി ആൾക്കാരും ഈ പട്ടാളക്കാരെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് ഇവിടെ പെഷവാറിലൊക്കെ തള്ളി എന്നുള്ളൊരു വാർത്ത. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു വാർത്തയായിട്ടാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡിബേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ കൂടുതലും ആൾക്കാരും ബ്ലെയിം ചെയ്യുന്നത് ഖ്വാജ ആസിഫിനെയല്ല, പാകിസ്ഥാൻ ഭരണകൂടത്തെയല്ല, നേരെ മറിച്ച് അസിം മുനീറിനെ തന്നെയാണ്. അവർക്ക് സംഭവം മനസ്സിലായി, ഇതിന് പിന്നിൽ അസിം മുനീർ ആണെന്നില്ല. അതായത് പാകിസ്ഥാൻ പട്ടാളക്കാരെ ബലി കൊടുത്തിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഇവർ തന്നെ അസിം മുനീറാണ് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളൊരു വിവരം അത് ഇതായിട്ട്, അതായത് ഒന്നും വേണ്ട, ഇതിനകത്ത് വേറെ വലിയ രീതിയിൽ ലോജിക്കൊന്നും വേണ്ട, സാമാന്യ ബോധം വെച്ച് നോക്കുകയാണെങ്കിൽ അസിം മുനീർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ ഇവിടെ നേരെ ഇപ്പം മൊത്തം തിരിഞ്ഞു വന്നത്, ഇത്ര നാളും അസിം മുനീറിന് അനുകൂലമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ പെഹൽഗാം ഭീകരാക്രമണം നടത്തി അതിൻ്റെ മാസ്റ്റർ മൈൻഡ് ഈ അസിം മുനീറാണ് എന്ന തരത്തിൽ, അത് ഞാനാണ് ഇതൊക്കെ ചെയ്തു എന്നുള്ളൊരു സൈലൻ്റ് ഒരു പ്രചാരണം അസിം മുനീർ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അസിം മുനീറായാലും ഈ അമേരിക്കൻ ആൾക്കാരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരുപാട് വിമാനങ്ങൾ അടിച്ചിട്ടു, ഇന്ത്യയുടെ മറ്റേ ഇതൊക്കെ ഒരുപാട് എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ട്, റഫേലൊക്കെ അടിച്ചിട്ടു എന്നുള്ള വാർത്തകൾ വന്നില്ലേ, നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലെ ചില പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാത്യു സാമുൽ അടക്കം വലിയ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ അടിച്ചിട്ടു. അപ്പോൾ അയാൾ അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ, പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ വാർത്തകളൊക്കെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്. പക്ഷേ അവർ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിയാണ്, ഫേക്ക് ക്യാമ്പയിൻ നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള പ്രചാരണം നടത്തിയത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ബലൂച്ച് ലിബറേഷൻ ആർമി TTP നടത്തി കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിന് സ്പെസിഫിക് ആയിട്ട് റീസൺ ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കാർഗിൽ യുദ്ധ സമയത്ത് നമ്മുടെ ഒരുപാട് സൈനികരെ കണ്ണുകളൊക്കെ ചൂഴ്ന്നെടുത്ത നിലയിൽ കാണപ്പെട്ടത്, ഡെഡ് ബോഡിയൊക്കെ ഇങ്ങനെ ഇതായിരുന്നു. അപ്പോൾ അതിന് പ്രതികാരം എന്നോണമാണ് ഈ BLAയും TTPയൊക്കെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഈ TTP ആയാലും താലിബാൻ്റെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മൊഡ്യൂളാണ് TTP. അപ്പോൾ താലിബാൻ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ നമ്മളെ സഹായിച്ച രാജ്യമാണ്, ഇന്ത്യ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പൂർവാധികം ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ചെയ്ത ആളെ തീർക്കും, അവർക്ക് മാക്സിമം ഡാമേജ് ഉണ്ടാക്കുമെന്ന് താലിബാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുമാത്രമല്ല ബലൂച്ച് ലിബറേഷൻ ആർമി
ബലോച്ച് ലിബറേഷൻ ആർമിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മോറൽ സപ്പോർട്ടും കൊടുക്കുന്ന ഇന്ത്യയാണ്. ഇത് ഒഫീഷ്യലി ഡയറക്റ്റിൽ അങ്ങനെ ഒരു എവിഡൻസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. പക്ഷേ നോക്കണം, ജിയോ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ഇന്ത്യയാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഈ രണ്ട് ഔട്ട്ഫിറ്റുകളും ചേർന്നിട്ട് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള കലാപങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഈ ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം ഇന്ത്യ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് പോയിരിക്കുകയാണ്. അറ്റാക്കിംഗ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മാത്രം പണി കൊടുക്കും. നമുക്കറിയാം ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ശത്രുക്കൾക്ക് ഇന്ത്യയുടെ വില എന്താണെന്ന് നമ്മൾ അറിയിച്ചു കൊടുത്തത്. 2014 ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. 2008 ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമി സകല സന്നാഹങ്ങളും ഉപയോഗിച്ചിട്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ ഒരു വേറൊരു രാജ്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നത് പിന്മാറി. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, ആ സമയത്ത് മുംബൈ ഭീകരാക്രമണം നടക്കുന്ന 2008 ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന പി ചിദംബരം ഈ അടുത്ത കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇത് മറ്റാരും പറഞ്ഞല്ല, BJP പറഞ്ഞല്ല, വേറൊരു പാർട്ടിയും പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ 2014 വരെ ഇന്ത്യയിൽ എന്ത് നടത്തിയിട്ട് പോകാൻ, എന്ത് ഭീകരാക്രമണം നടത്താൻ വേണ്ടി ആർക്കും പറ്റുമായിരുന്നു. പക്ഷേ 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ചിത്രം മൊത്തം മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒരു ബോംബിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് 1000 ബോംബിട്ട് കൊടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ചേർന്നിട്ട്, അതായത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഡിപ്ലോമസി എന്ന ഭാഗമായിട്ട് പല ആൾക്കാരും നമ്മുടെ ശത്രുവിൻ്റെ ശത്രു മിത്രമായിട്ട് കാണും. അപ്പോൾ അവരൊക്കെ കൂട്ടുപിടിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ശത്രുവെ ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, തീവ്രവാദ സംഘടന ഒന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നതിന് പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി, ധാരാവി നാട്ടിലെ അത്രയും വലിയൊരു സംഭവം, ഞാനൊരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അത് ഒഴിപ്പിച്ച ഒരു രാത്രി കൊണ്ട്. അത്രയേ ഉള്ളൂ ഇന്ത്യയുടെ കേസ്. രാജ്നാഥ് സിംഗ് തന്നെ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉത്തർപ്രദേശിലെ ബ്രഹ്മോസിൻ്റെ ഒരു ബ്രഹ്മോസ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ആ സ്റ്റേജിൽ യോഗി ആദിത്യനാഥ് അടക്കമുണ്ടായിരുന്നു. പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എവറി ഇഞ്ച് ഓഫ് പാകിസ്ഥാൻ വിൽ ബിലോങ്സ് ടു വൺ ബ്രഹ്മോസ്. അതായത് ഒരു ബ്രഹ്മോസ് വെച്ചിട്ട് പാകിസ്ഥാനെ മൊത്തം തകർക്കാൻ പറ്റും എന്നർത്ഥം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുതന്നെയാലും ഇന്ത്യ ഡിപ്ലോമസി എന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് ശത്രുവിനെ ശത്രു എന്ന മിത്രം എന്ന രീതിയിൽ BLA ആയാലും മറ്റേ നമ്മുടെ TTP ആയാലും അവരൊക്കെ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാന് വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കലാപങ്ങളല്ല, ശത്രുക്കൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മൾ എത്ര കാലമായി സഹിക്കുന്നത്. 2014 വരെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ഇന്ത്യയുടെ ഓരോ ചെറുനഗരങ്ങളിലും ബോംബ് പൊട്ടാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. അന്ന് ഡൽഹിയിലൊക്കെ എല്ലാ ദിവസവും ബോംബ് പൊട്ടായിരുന്നു. ഇനി പാകിസ്ഥാൻ ഇനിയും അതിന് മുതിർന്നു കഴിഞ്ഞാൽ, ഇപ്പോഴവർ കാണിക്കുന്ന നെകളിപ്പുണ്ടല്ലോ, ശരിക്കും അമേരിക്കയാണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും കാശില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, പെഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നമ്മളെ സിന്ധു നദീജല കരാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫ്രീസ് ചെയ്തു. അവിടെ തൽഫലം എന്തായി? വെള്ളം കിട്ടുന്നില്ല. പാകിസ്ഥാൻ്റെ GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൃഷിയാണ്. ആ കൃഷി വരുന്നത് ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിൽ നിന്നാണ്. അവിടേക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് അവരെ കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിട്ട് വല്ലാത്ത കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. പാകിസ്ഥാൻ പട്ടിണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ വല്ലാത്ത അറ്റാക്കിംഗ് മോഡിലാണ്. 2014 ശേഷം ഇന്ത്യ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തക്കതായി മറുപടി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പല ആൾക്കാരും ഉപയോഗിക്കും. ഇപ്പോൾ ഈ 50 പാകിസ്ഥാൻ പട്ടാളക്കാരെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഇന്ത്യ ആയാലും ആരും കുറ്റം പറയാൻ പറ്റില്ല. അത്രത്തോളം ദ്രോഹങ്ങൾ ഈ വർഷങ്ങളായിട്ട്, എത്രത്തോളം 2014 വരെ ഈ നാറിയ രാജ്യം നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഇതിലപ്പുറം കൊടുക്കണം. ശരിക്കും ഇസ്രായേലിൻ്റെ ഒരു നടപടിയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, ഇസ്രായേൽ ഹമാസിനെതിരെ സ്വീകരിക്കുന്ന നടപടിയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിക്കേണ്ടത്. അത് നശിപ്പിച്ചാൽ ഇനി ഒരിക്കലും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരരുത്. ആ ലെവലിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.